Hello, Namaste, welcome back to my channel. സോ ഇത് ഒരു പ്രിപ്പറേഷൻ ഫോർ ആറ്റുകാൽ പൊങ്കാല വ്ളോഗാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ഞാൻ എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടേക്കുള്ള ട്രാവൽ വ്ളോഗ് എന്തായാലും നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി കാണണം. ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25 അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരാഴ്ച മുമ്പ്, അതായത് ചിറ്റയുടെ വീടിന് നേരെ ഓപ്പോസിറ്റായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഇവിടെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തോടു കൂടി കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും മാറ്റില്ല. അത് ഒരാഴ്ച മുമ്പൊക്കെ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആരും ഇങ്ങനെ മാറ്റി വെച്ച് അവരുടെ പേര് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അതേപോലെ ഈ അന്നത്തെ ദിവസം എല്ലാ വീട്ടുകാരും അവരുടെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു വയ്ക്കും. അപ്പോൾ ഈ പൈപ്പും വെള്ളവും എപ്പോഴും അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ പൊങ്കാല കാണുന്നതിന് മുമ്പ്, അതായത് പൊങ്കാല വെക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കണ ആൾ ആറ്റുകാൽ ഭഗവതിനെ പോയി കാണണം എന്നാണ്. ബട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ ചോറ് ഊണ് കഴിഞ്ഞിട്ടല്ലേ ഞാൻ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ പോയില്ല. ബട്ട് എൻ്റെ ഈ കാണുന്ന 2 അമ്മമാരും അച്ഛന്മാരും, അതായത് എൻ്റെയും എൻ്റെ വിഷ്ണുവിൻ്റെയും അമ്മയും അച്ഛനാണത്. ഇവർ അമ്പലത്തിലൊക്കെ പോയി കണ്ട് തൊഴുതു വന്നു. നമ്മൾ കലമൊഴിച്ച് ബാക്കിയെല്ലാം ഓൺലൈനാണ് വാങ്ങിച്ചത്. അതായത് ശർക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ജിയോ മാർട്ടും ബിഗ് ബാസ്ക്കറ്റ് വഴി ഓൾറെഡി ഓർഡർ ചെയ്തിട്ടിരുന്നു. നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിറ്റയുടെ അവിടേക്ക് ഓർഡർ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ കലവും സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ അമ്മ 51 കുഞ്ഞ് കലം നേർന്നിരുന്നു. അതായത് കുഞ്ഞു കലത്തിലിങ്ങനെ ചെമ്പ റൈസിന് വെച്ച് ഇങ്ങനെ പ്രസാദം ഉണ്ടാക്കും. അപ്പോൾ അത് നേർന്നിരുന്നു. എനിക്ക് ബേബി ഉണ്ടാവുന്ന നേരത്തെ തുടക്കത്തിൽ കുറേ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അമ്മ ഭയങ്കര വിശ്വാസമാണ്. നമുക്ക് എല്ലാവർക്കും പൊങ്കാല എല്ലാ കൊല്ലം നമ്മൾ പോകാമെന്നിങ്ങനെ പറ്റണ കൊല്ലമൊക്കെ പോകാമെന്നിങ്ങനെ വിചാരിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് പോയി, ഇക്കൊല്ലം 2ാമത്തെ കൊല്ലമാണ്. അപ്പോൾ കുറേ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു 51 ചെറിയ കലം പൊങ്കാല ഇടാമെന്ന്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ശർക്കര പൊങ്കാല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചിറ്റ പാൽപ്പായസം മണ്ടപ്പുറ്റും തെരളിയും കൂടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ശരിക്കും ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ ഈ കലവും ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ വാങ്ങിക്കണം. അത് അവരുടെ അവകാശമാണ് പൊങ്കാലയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പോയിരുന്നത്. ഞാൻ പോയിരുന്നില്ല, ഞാൻ ബേബി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇഷ്ടിക, അതേപോലെ തന്നെ ഈ 3 ഇഷ്ടിക വെച്ചിട്ടാണ് അടുപ്പ് കൂട്ടുക. അപ്പോൾ അതും നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിരുന്നു. മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ കലം, അരി, ചെമ്പ പച്ചരി എന്ന് പറയുക, ആ അരി, ശർക്കര, തേങ്ങ എന്നിവ സാധനങ്ങളാണ് മെയിനായിട്ട് വരിക. ഇഷ്ടിക, പിന്നെ മറ്റേ കത്തിക്കുന്ന ഓലയും ചൂട്ടും, ഇതാണ് മെയിനായിട്ട് വരിക. 24-ാം തീയതിയാണ് വിഷ്ണു എത്തിയത്. വിഷ്ണു 22-ാം തീയതി അപ്പോൾ ഇവരുടെ കൂടെ പോയിണ്ടായിരുന്നില്ല പൊങ്കാലയ്ക്ക്. അപ്പോൾ തലേ ദിവസം പോയി തൊഴാൻ നോക്കിയപ്പോഴാണ് ഭക്തജനങ്ങളുടെ ഈ സമുദ്രം കണ്ടത്. അപ്പോൾ ഭയങ്കര വിശ്വാസത്തോടു കൂടി കുറേ പേര് കണ്ടു. പക്ഷേ വിഷ്ണു അപ്പോൾ പുറത്തു നിന്ന് തൊഴുതിട്ട് വന്നു. ഇത് പുറമേയുള്ള കുറേ സ്ഥലത്തുനിന്ന് വരുന്നവരും ഒക്കെ ഈ ഇങ്ങനെ വെയിലത്ത് തലേ ദിവസം തൊട്ടിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അത്രയും ഭക്തകളുടെ ജനസമുദ്രമാണ് അവിടെ. ഈ 2 ദിവസം മുമ്പൊക്കെ ഇവരിങ്ങനെ വന്നിട്ട് ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ തലേ ദിവസം 24-ാം തീയതി ഞാൻ വിഷ്ണു എത്തിയപ്പോൾ അപ്പനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വഴിയിലുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ വരെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ The next day. ഗുഡ് മോർണിംഗ്, പൊങ്കാലയുടെ വ്ളോഗ്. അമ്മമാർ ഏകദേശം ഒരു 5 മണിക്ക് ഇറങ്ങി. 5 മണിക്ക് ചായ മാത്രം കുടിച്ചുള്ളൂ. അവരിറങ്ങി. എന്നിട്ട് ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ പോയി. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.